കുട്ടമ്പുഴയിലും സമീപ പ്രദേശങ്ങളിലും കാട്ടാനശല്യം രൂക്ഷമായിട്ടും ഫലപ്രദമായ സംവിധാനമൊരുക്കാതെ അധികാരികൾ. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട ക്നാച്ചേരിയിൽ 15 വർഷം മുൻപ് സ്ഥാപിച്ച ഇലക്ട്രിക് ഫെൻസിംഗ് തകർന്നുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വഴി വെളിച്ചം പോലും സ്ഥാപിച്ചിട്ടില്ല. KCB ന്യൂസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതാണ് ഉരുളൻതണ്ണിയിൽ നിന്നും ക്നാച്ചേരിയിലേക്കുള്ള വഴി. ഈ വഴിയിലൂടെയാണ് കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് കൂലിപ്പണി കഴിഞ്ഞ് എൽദോസ് വീട്ടിലേക്ക് പോയത്. പകൽ സമയം പോലും വളരെ ഭീതിതമായ ഒരു പ്രദേശമാണിത്. ഈ കാട്ടിലൂടെ നടന്നു വേണം 1 കിലോമീറ്ററോളം നടന്നു വേണം എൽദോസിൻ്റെ വീട്ടിലേക്ക് പോകാൻ. ഇവിടെ ഫെൻസിംഗ് ഉണ്ടെങ്കിലും അത് വെറും പേരിന് മാത്രമാണ്. ഇവിടെ വെച്ചാണ് എൽദോസ് എന്ന യുവാവിനെ ആന ചവിട്ടിക്കൊന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. രാത്രി പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നു. കൂലിപ്പണിക്കാരനായിരുന്നു എൽദോസ്. വളരെ ഭീതിതമായ ഒരു കാടിനുള്ളിലൂടെയാണ് ഇവർ വീട്ടിലേക്ക് പോകുന്നത്. 60ഓളം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഇതിനുള്ള പ്രതിവിധി ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രഞ്ച് ഇന്ന് തന്നെ കുഴിയുമെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം അധികാരികൾ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. അത് പ്രതീക്ഷിച്ചാണ് ജനങ്ങളിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിനായി എൽദോസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. തുടർന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പോലീസ് എത്തിയിരിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ, ഫോറസ്റ്റ് ഓഫീസർമാർ എത്തിയിരിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് ഒരു വഴിവിളക്കില്ല എന്നത് നാട്ടുകാരെ വളരെ നാളത്തായിട്ടുള്ള ആക്ഷേപമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തെ തുടർന്നാണ് ഒരു വഴിവിളക്ക് ഇവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുന്നത്. കൂരിട്ടിലൂടെയായിരുന്നു 1 കിലോമീറ്ററോളം ദൂരത്തിൽ ഈ വനപ്രദേശത്തിലൂടെ നാട്ടുകാർ പോയിരുന്നത്. 60ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. കൂലിപ്പണിക്കാരും ദരിദ്ര കർഷകരുമാണ് കൂടുതലായും താമസിക്കുന്നത്. അവർ ജീവൻ കയ്യിലെടുത്താണ് ഇതിലൂടെ രാത്രി നടന്നു പോയിക്കൊണ്ടിരുന്നത്. വളരെ ദാരുണമായ അന്ത്യമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. അവശിഷ്ടങ്ങളൊക്കെ പുറത്ത് റോഡിലൊക്കെ കിടക്കുകയായിരുന്നു. രാത്രി നാട്ടുകാർ സംഘടിച്ചെത്തി പ്രതിഷേധവുമായി ഫോറസ്റ്റ് ഓഫീസിലടക്കം പ്രതിഷേധവുമായി എത്തിയിരുന്നു. MLA മാരും MP മാരും കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിരുന്നു.